ഇപ്പോൾ ഈ ബുക്ക് തുടങ്ങണത് തന്നെ നമ്മളൊരു പാരഡിം ഷിഫ്റ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു പൊടിയുള്ള ഒരു കണ്ണട എടുത്ത് മുഖത്ത് വെച്ചിട്ട് നമുക്ക് മൊത്തം പൊടിയായിട്ടാണല്ലോ കാണണത് എന്ന് പറയണ ഒരവസ്ഥയുണ്ടല്ല, അതിനോട് സിമിലർ ആയിട്ട്. കാരണം അത് പറയണത് ആ കണ്ണട മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു കാര്യത്തിനെ കാണണ രീതി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന രീതി മാറും, ഒപ്പം തന്നെ നമ്മൾ അതിനെപ്പറ്റി ഫീൽ ചെയ്യുന്ന രീതി മാറും, അത് നമ്മുടെ സ്വഭാവം മാറ്റും. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയിലാണ് ബുക്കിൽ പറയുന്നത്. കാരണം ഇപ്പൊ ഈ ഓതർ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാബിൻ നിറയെ ആൾക്കാരുണ്ട്. അപ്പൊ എവിടുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു അച്ഛനും 2 മക്കളും കൂടി സ്റ്റേഷനിൽ ട്രെയിനിൽ കയറുകയാണ്. കയറിയതും ഈ മക്കൾ 2 പേര് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഒച്ച എടുത്തുകൊണ്ടിരിക്കുക, ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ട്രെയിനിൽ എല്ലാവരും ഭയങ്കര അനോയിഡായി ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ കാണിക്കണത്. കുറച്ചു നേരം കഴിഞ്ഞ് ഇവർ നിർത്താണ്ടായപ്പോ എല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങി, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ആ സമയത്താണ് ഈ കൂടി ഉണ്ടായിരുന്ന ഒരു ഓതർ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ബഹളം വെക്കണത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളൊന്ന് അവരൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി എന്ന് പറയാണ്. അപ്പൊ ആ പിതാവ് പറയണത് എന്താ വെച്ചാൽ, അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല, കാരണം എൻ്റെ ഭാര്യ ഒരു മണിക്കൂർ മുമ്പ് മരിച്ചുപോയി. അതായത് അവരുടെ അമ്മ 1 മണിക്കൂർ മുമ്പ് മരിച്ചുപോയി. ഞങ്ങൾ അവരുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാന്നറിയില്ല, അതുകൊണ്ടാണ് അവരും അങ്ങനെ കാണിക്കണതാവാന്ന് പറഞ്ഞു. ആ ഒറ്റ റെസ്പോൺസിൽ ആ കേട്ട ആൾക്കാരുടെ എല്ലാം ചിന്ത മാറി. കാരണം അവർക്ക് ഇത്തിരി കൂടി എമ്പതൈസ് ആയ, അവരുടെ ആ സിറ്റുവേഷനോട് കുറച്ചും കൂടി ഒരു സഹതാപം തോന്നി തുടങ്ങി. മിക്കവാറും നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു സംഭവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ നമ്മൾ അറിയില്ല. നമ്മൾ ആ ഒരു കേട്ട ഏതിലോ ഭാവത്തിൽ നമ്മൾ അങ്ങനെയാണ് സാഹചര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മളൊരു കാര്യത്തെ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന രീതി ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന രീതിയും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിയും മാറും എന്നുള്ളതാണ്. അതൊരു തോട്ട് പ്രൊവോക്കിംഗ് അല്ലേ, സിമ്പിൾ ആണ്.